ക്ഷേത്രങ്ങളിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള മതസ്ഥാപനങ്ങളിലുമെല്ലാം ഇനി ഹിന്ദുക്കൾ മതി എന്നുള്ള ഒരു വലിയ വാർത്ത തന്നെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നത്. വൈഎസ്ആർ ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്ത് ഇതര മതസ്ഥരെ തിരുപ്പതി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ജോലികൾക്കായി നിയമിച്ചത് വലിയ വിവാദമായിരുന്നു. അനവധി ക്ഷേത്രങ്ങളാണ് ആ ഭരണകാലത്ത് തകർക്കപ്പെട്ടത്. അങ്ങനെയുള്ള ഇടത്താണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ പുതിയ ഉത്തരവ് എത്തിയിരിക്കുന്നു. റിലീജിയസ് എൻവോൺമെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലാണ് പുതിയ ഉത്തരവ് ഈ ചന്ദ്രബാബു നായിഡു അറിയിച്ചിരിക്കുന്നത്. പൂജാരിമാർക്ക് ദക്ഷിണ വാങ്ങാം. ജഗൻമോഹൻ്റെ കാലത്ത് ദക്ഷിണ വാങ്ങുന്നതിൽ നിന്ന് പൂജാരിമാരെ വിലക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ദക്ഷിണ വാങ്ങാമെന്നും മതപരിവർത്തനം, അതായത് നിർബന്ധിത മതപരിവർത്തനം ഇവിടെ അനുവദിക്കില്ല എന്നും ചന്ദ്രബാബു നായിഡു പറയുന്നു. അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിലും ഇനി മുതൽ ഹിന്ദുക്കൾ മാത്രം മതി, അത്തരക്കാർ മാത്രം ജോലിക്ക് അപേക്ഷിച്ചാൽ മതി, അത്തരക്കാരെ മാത്രം ഇനി ജോലിക്ക് എടുത്താൽ മതി. കാരണം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നും ചന്ദ്രബാബു നായിഡു പറയുന്നു. ഒപ്പം തന്നെ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്ത് പല ആചാരങ്ങളും ക്ഷേത്രത്തിൻ്റെ രഥം വരെ കത്തിക്കുന്ന തരത്തിലേക്കായിരുന്നു ക്ഷേത്രഭരണം മുൻപോട്ട് പോയിരുന്നത്. അത് ഇതര മതസ്ഥരെ മറ്റുമൊക്കെ നിയമിക്കുന്നത് മൂലമായിരുന്നു. ഇനി അത് വേണ്ട, ഹിന്ദുവിൻ്റെ ക്ഷേത്രം ഹിന്ദുവിന് തന്നെ, ഹിന്ദുക്കൾ മാത്രം മതി എന്ന ഈ വാർത്ത തന്നെയാണ് ഹൈന്ദവ സമൂഹത്തിന് ഏറെ സന്തോഷം പകരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.